പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാളത്തേക്ക് ലഞ്ച് ബോക്സിലേക്ക് എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചിരിക്കുന്ന അമ്മയെ ഞങ്ങൾ സ്ഥിരമായി കാണാറുണ്ടായിരുന്നു. ഞങ്ങളുടെ ലഞ്ച് ബോക്സ് വെറൈറ്റി ആക്കുന്നത് പോലെ തന്നെ 4 മണിക്ക് വരുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കി വെക്കലും അമ്മയുടെ ഒരു സ്ഥിരം ഹോബി ആയിരുന്നു. ഞാൻ എപ്പോഴും പറയും, കുക്കിങ്ങിനോടുള്ള എന്റെ ഇഷ്ടം തുടങ്ങിയത് അമ്മയിൽ നിന്നാണ്. പണ്ട് അമ്മ പ്ലാൻ ചെയ്തിരുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഇന്ന് ഈ ലഞ്ച് പാക്ക് ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. ഈ എടുക്കുന്ന കറിയാണ് ഇന്നത്തെ നമ്മുടെ താരം. വെറൈറ്റി ആയിട്ടുള്ള ഒരു ബംഗാളി റെസിപ്പിയാണ് ദഹി ബൈഞ്ചാൻ എന്നാണ് ഇതിന്റെ പേര് ഞാൻ കണ്ടത്. അപ്പോ ദഹി ബൈഞ്ചാൻ മാത്രമല്ല, നല്ല മുതിരത്തോരനും ചെമ്മീൻ റോസ്റ്റും നല്ല ചിലുമ്പിക്ക അച്ചാറുമാണ് ഇന്നത്തെ ലഞ്ച്. കറികളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചോറങ്ങ് കുക്കറിലിട്ട് വെച്ചേക്കാം. ദഹി ബൈഞ്ചാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടതിന് ശേഷം മാത്രം വേണം കറി വെക്കാൻ. വെള്ളമൊക്കെ മാറ്റിയ ശേഷം വഴുതനങ്ങയിലേക്ക് 2 ടീസ്പൂൺ വെള്ളമൊക്കെ മാറ്റിയ ശേഷം നമ്മുടെ കട്ട് ചെയ്ത വഴുതനങ്ങയിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മുടെ വഴുതനങ്ങ ഇവിടെ കുക്കായി വരുമ്പോഴേക്കും നമുക്ക് നല്ല കട്ട തൈര് എടുത്തിട്ട് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ തൈരിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ്. ഒരു കുഞ്ഞു ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം കടുകിട്ട് പൊട്ടിച്ച് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കുറച്ച് സവോളയും കൂടി ഇട്ട് വഴറ്റിയതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വഴുതനങ്ങയും തൈരിലേക്ക് ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. അതിന് മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടെ വെതറി കഴിഞ്ഞാൽ ദഹി ബൈഞ്ചാൻ റെഡി. തോരനില്ലാതെ എന്ത് ഉച്ചയൂണ്. സോ മുതിരത്തോരനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ചീൻചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് സവോള ഇട്ട് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് ചിരകി വെച്ച് തേങ്ങായും ഇട്ട് 1 കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുതിരയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. മുതിരത്തോരനും റെഡി. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റ് ആണ്. അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഒരു 3 വിരലില് 1 നുള്ളു പെരിഞ്ചീരകം ഇടുന്നുണ്ട്. അത് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നു. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള 3 ചെറിയ സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 2.5 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. സവോളയിൽ എണ്ണ തെളിയുന്നതാണ് മസാല മൂക്കുന്നതിന്റെ അളവ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നു. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. തക്കാളി നന്നായി ഉടഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നേരം വേവിക്കുന്നു. സോ ഫൈനലി നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണെങ്കിലും പുറത്തു പോയി കഴിക്കുകയാണെങ്കിലും ഭക്ഷണം നല്ലതാണെങ്കിൽ അത് നന്നായിരുന്നു എന്ന് പറയാൻ ഞാൻ ഒരിക്കലും മറക്കാറില്ല. ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്ക് അത് വലിയൊരു സന്തോഷമാണ്. പക്ഷെ ആ സന്തോഷം എത്രത്തോളം ഡീപ്പാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് എല്ലാ ദിവസവും ലഞ്ചിന് ശേഷം എന്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് ഫുഡ് നന്നായിരുന്നു, അടിപൊളിയായിരുന്നു എന്ന് ഡെയിലി വിളിച്ച് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. സോ ഇതാണ് നമ്മുടെ ടേസ്റ്റി ഈസി ലഞ്ച്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്